ഹായ് കൂട്ടുകാരെ, 2023 നടന്ന SSLC മാത്തമാറ്റിക്സ് എക്സാമിൽ സ്കൂളിലെ എല്ലാ എക്സാമിൽ ചോദിച്ച നമ്മുടെ ജിയോമെട്രി ആൻഡ് ആൽജിബ്ര എന്ന ചാപ്റ്ററിലെ ചോദ്യമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ചുലറ്റിന്റെ ക്വസ്റ്റ്യൻ ബുക്കിലെ സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇവിടെ വാട്ട് ഈസ് സ്ലോപ്പ് ഓഫ് ദി ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ് -1 4 -1,4 1,2 ഇങ്ങനെയുള്ള രണ്ട് പോയിന്റുകൾ കൂടി കടന്നു പോകുന്ന ഒരു ലൈൻ. ഓക്കെ, ആ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആണ്. സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? സ്ലോപ്പ് ഇസ് ഈക്വൽ ടു ചോദ്യമാണ് y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1. ശരിയല്ലേ? ഇക്വേഷൻ വെച്ച് കണ്ടുപിടിച്ചാൽ മതി. ഇതിനെ x1 y1 എന്ന് എടുക്കുകയോ x2 y2 അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. അപ്പൊ ഞാൻ y2 മൈനസ് y1 എന്ന് പറയുമ്പോൾ 2 മൈനസ് 4 ഡിവൈഡ് ബൈ x2 മൈനസ് x1 എന്ന് പറയുമ്പോൾ 1 മൈനസ് മൈനസ് 1. 2 മൈനസ് 4 എന്ന് പറഞ്ഞാൽ -2 ആൻസർ വരും. ഇത് തമ്മിൽ കൂട്ടുമ്പോൾ 2 വരും. സോ -1 ആയിരിക്കും ഇവിടുത്തെ സ്ലോപ്പ്. ക്ലിയർ ആണോ? 2ൽ നിന്നും 4 പോകത്തില്ല, പകരം 4ൽ നിന്ന് 2 കുറച്ചിട്ട് 4ന്റെ ചിഹ്നം ഇട്ട് കൊടുത്തു. 1 മൈനസ് -1 എന്ന് പറയുമ്പോൾ ഇത് തമ്മിൽ അങ്ങ് പ്ലസ് ആയി പോകും. 1 + 1 എന്നാവും. സോ അങ്ങനെ 2 കിട്ടും. അപ്പൊ അവിടെയൊക്കെ ആ ചിഹ്നത്തിന്റെ ഓപ്പറേഷൻസ് നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ സിമ്പിൾ ആയിട്ട് പോകാം. ഇതൊക്കെ മൈൻഡിൽ ചെയ്യാവുന്ന കാര്യമാണ്. ഓക്കെ, അതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ രണ്ട് പോയിന്റുകൾ ഒരു ലൈനിൽ എങ്ങനെ വരും എന്ന് കൂടി ഒന്ന് അറിയുക. ഓക്കെ, ഞാൻ അതിനെ ഇത് ഞാൻ ഒരു പ്രാവശ്യം ഏതൊരു കണക്ക് ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആദ്യം എക്സ് വാല്യൂ നോക്കൂ. എക്സ് വാല്യൂവിൽ ഏറ്റവും ചെറുത് ഏതാ? -1 അല്ലേ? ഇപ്പൊ എക്സ് ആക്സിസിൽ ഈ പോയിന്റ് -1 ഇവിടെ വരാനുള്ള ചാൻസ് ഉണ്ട്. ശരിയല്ലേ? അപ്പൊ -1,4 എന്ന് ഞാൻ ഈ പോയിന്റിനെ എഴുതാം. ക്ലിയർ ആണോ? അതായത് -1 എന്ന y വാല്യൂ 4ലുമാണ് വരുന്നത്. അടുത്തത് 1,2 ആണ്. അത് ഇപ്പുറത്തെ സൈഡില് ഇവിടെ 1 അല്ലേ? -1 അല്ലേ? അപ്പൊ അതേ ലെങ്ത് നമ്മൾ ഇങ്ങോട്ട് നോക്കുക. ഇവിടെ പോസിറ്റീവ് 1 ആണെന്ന് നോക്കുക. ഓക്കെ, പക്ഷെ ഇവിടെ എഴുതി കഴിഞ്ഞാൽ ഈ 4 തന്നെ അവിടെ എഴുതേണ്ടി വരും. ശരിയല്ലേ? ഈ 4 തന്നെ ഇവിടെ എഴുതേണ്ടി വരും. അപ്പൊ 4നെക്കാട്ടിലും താഴെയല്ലേ അത് വരത്തുള്ളൂ. സോ അത് ഞാൻ കുറച്ചും കൂടെ താഴോട്ട് മാറ്റി 1,2 എന്ന് എഴുതും. സപ്പോസ് ഈ ആക്സസ് ഇങ്ങനെ ആയിരിക്കാൻ പോയിട്ടുണ്ടാവും. ക്ലിയർ ആണോ? എങ്കിലേ അത് കറക്റ്റ് ആവത്തുള്ളൂ. ഇവിടെ 1 ഇങ്ങനെയല്ല, ഇതിന്റെ അടിയിൽ കൂടെ ആയിരിക്കും പോയിട്ടുണ്ടാവും. ഓക്കെ, അതായത് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് മുട്ടുമ്പോൾ ഇവിടെ -1 ഇങ്ങോട്ട് മുട്ടുമ്പോൾ ഇവിടെ 4 ആയിരിക്കും. ഓക്കെ, ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് മുട്ടുമ്പോൾ ഇവിടെ 1 ഇങ്ങോട്ട് മുട്ടുമ്പോൾ ഇവിടെ 2 ആയിരിക്കും. കണ്ടോ? അപ്പൊ അതൊന്ന് നമ്മളൊന്ന് ഇങ്ങനെ പോയിന്റ് എവിടെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് ഒന്ന് ഈ കണക്കായിട്ട് അങ്ങനെ ഈ പോയിന്റ് ഇങ്ങനെ ലൈൻ വരയ്ക്കുന്നത് അത്ര പെർഫെക്റ്റ് ആണോ എന്നുള്ള കാര്യമൊന്നും ഇതിനകത്തില്ല. ഓക്കെ, പക്ഷെ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ ഈ കണക്കുകൾ ചെയ്യാനുള്ള വേഗത വർദ്ധിപ്പിക്കും എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് നോക്കുക. അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പോയിന്റ് കണ്ടെത്തി ചെയ്യുന്നതിനോടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാറുണ്ട്. മീൻസ് ഈ പോയിന്റ്സ് ഒക്കെ ഇവിടെ വരാം. അപ്പോൾ ആ പിക്ചർ കറക്റ്റ് ക്ലാരിറ്റിയിൽ കിട്ടും. സോ അത് പോട്ടെ. അത് ഈ കണക്കിൽ ഈ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം പോയി. Is the point 2,1 on this line? Okay, 2,1 ഈ ലൈനിൽ വരുമോ എന്നാണ് അവർ ചോദിച്ചേക്കുന്നത്. അപ്പോഴും നമ്മൾ സ്ലോപ്പ് അങ്ങ് കണ്ടുപിടിച്ചാൽ മതി. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ഇതൊരു പോയിന്റ് ആക്കി എടുക്കുക. ഇത് രണ്ടും കൂടെ എടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ 2 മൈനസ് y അല്ലേ 1 മൈനസ് 4 ഡിവൈഡഡ് ബൈ 2 മൈനസ് -1. നോക്കാം, ഇത് തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ -3 കിട്ടും. ഇത് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 3 കിട്ടും. ആൻസർ -1. സോ നമുക്ക് പറയാൻ പറ്റും ഈ ചോദ്യം എന്താണ്? 2,1 ഈ ലൈനില് ഈസ് ഓൺ ദി ലൈൻ.
അല്ലേ? ഓക്കെ, റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് അനദർ പോയിന്റ് ഇൻ ദിസ് ലൈൻ. ഈ ലൈനിലുള്ള വേറെ ഏതെങ്കിലും എന്താണ് ഒരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നല്ലോ. ഇത് ബി ചോദ്യം, ഞാനിപ്പോ ചെയ്തത് സി ചോദ്യം ആയിപ്പോയി കേട്ടോ. ഈ ബി ചോദ്യം ഉണ്ടായിരുന്നു, ഇക്വേഷൻ ഓഫ് ദി ലൈൻ. അപ്പൊ അത് വെച്ചിട്ട് ഈസി ആയിട്ട് ഇത് ചെയ്യാമായിരുന്നു. ഇക്വേഷൻ ഓഫ് ദി ലൈൻ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ഈ y2 നും x2 നും പകരം y എന്നും y മൈനസ് ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് കൊടുക്കാം. y ആകുമ്പോൾ ഇവിടുത്തെ 2 കൊടുക്കാം, ഡിവൈഡഡ് ബൈ x മൈനസ് 1 കൊടുക്കാം. ഓക്കെ, സ്ലോപ്പ് നമുക്കറിയാം -1 ആണെന്ന് അറിയാം. ഇതെവിടെ ചെയ്യും? ഇങ്ങോട്ട് ചെയ്യുവാണ്. ഇതൊന്ന് മായ്ച്ചിട്ട്, അതായത് സ്ലോപ്പ് -1 ആണ്. പിന്നെ അവിടെ എഴുതിയിരിക്കുന്ന y മൈനസ് 2 ഡിവൈഡഡ് ബൈ x മൈനസ് 1. ഓക്കെ, ഇത് ഇങ്ങോട്ട് ഇൻഡ്യൂ ചെയ്യുന്നു. ഇതെങ്ങനെ എഴുതിയെന്നറിയോ? സ്ലോപ്പിന്റെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, സ്ലോപ്പിന്റെ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ ഓഫ് ദി ലൈൻ എഴുതാം. ഞാൻ അങ്ങനെയാണ് എഴുതുന്നത് കേട്ടോ. സ്ലോപ്പിന്റെ ഈ ഒരു ഇക്വേഷൻസ് വെച്ചിട്ട് മാത്രം ഞാൻ എഴുതുവാണ് ഇക്വേഷൻ ഓഫ് ദി ലൈൻ. അതായത് ഈ സ്ലോപ്പിന്റെ സ്ഥാനത്ത് നമ്മൾ സ്ലോപ്പ് ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് അങ്ങോട്ട് കൊടുത്തു. ഓക്കെ, പിന്നെ ചെയ്യേണ്ടത് ഈ y2 നും ഈ x2 നും പകരം വെറും y എന്നും x എന്നും ഞാൻ എഴുതി. ഓക്കെ അല്ലേ? പിന്നെ y1 x1 ഇതിനകത്ത് ഇപ്പൊ നമുക്ക് 3 പോയിന്റ്സ് ഉണ്ട്. ഇത് അടുത്ത ചോദ്യമായിട്ട്, ഈ 2 പോയിന്റ്സ് ഉണ്ട്. ഇതിനകത്തുള്ള ഏത് പോയിന്റ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോ അവിടെ എഴുതിയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഇതാ കിട്ടിയത്, അതുകൊണ്ട് ഞാൻ ഈ പോയിന്റ് എഴുതി. ഇനി അതല്ല ഇതാണ് എഴുതുന്നതെങ്കിൽ അങ്ങനെയും എഴുതാം. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ പോയിന്റ് വെച്ച് ഇത് കണ്ടിന്യൂ ചെയ്യുക. ക്ലിയർ ആണോ? സ്ലോപ്പിന്റെ സ്ഥാനത്ത് -1 എഴുതി, y2 നും x2 നും പകരം y ഉം x എഴുതി. ഈ y1 x1ന്റെ സ്ഥാനത്താണ് ഈ പോയിന്റ് 1,2 എന്ന് ചോദ്യത്തിൽ തന്നിരുന്നത്. ഞാൻ അതേപോലെ എഴുതി. y-യുടെ സ്ഥാനത്ത് 2 എന്നും y1ന്റെ സ്ഥാനത്ത് 2 എന്നും x1ന്റെ സ്ഥാനത്ത് 1 എന്നും എഴുതി കൊടുത്തു. ഓക്കെ, ഇനി അതങ്ങോട്ട് ക്രോസ് ചെയ്യും. -1 ഇൻറ്റു x മൈനസ് 1 ഇസ് ഈക്വൽ ടു y മൈനസ് 2. അകത്തോട്ട് ചെയ്താൽ -x പ്ലസ് 1 ഇവിടെ y മൈനസ് 2. ഇതെല്ലാം പെറുക്കി ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ അല്ല പോട്ടെ, ഇതെല്ലാം പെറുക്കി അപ്പുറത്ത് കൊണ്ടുപോകും. അപ്പൊ എക്സിന്റെ ചിഹ്നം ഒന്ന് മാറും. ഓക്കെ, അപ്പൊ അപ്പുറത്തുള്ള സാധനങ്ങൾ ഞാൻ എഴുതുവാണ്. y മൈനസ് 2 അപ്പുറത്തുണ്ടായിരുന്നു, -x അപ്പുറത്തോട്ട് പോകുമ്പോൾ +x ആവും, +1 അപ്പുറത്ത് പോകുമ്പോൾ -1 ആവും, = 0. ഓക്കെ, ഇനി ഒന്ന് അറേഞ്ച് ചെയ്തിരുന്നു. x പ്ലസ് y ഇത് തമ്മിൽ കൂട്ടിയാൽ -3 വരും. സോ -3 = 0. ഇതാണ് അതിന്റെ ഇക്വേഷൻ. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് 2,1 ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ ആൻസർ 0 കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. സി ചോദ്യം നമ്മൾ ഇതാണ് ഇങ്ങനെ ചെയ്തു വെച്ചില്ലേ, അതിന് പകരം ഇക്വേഷൻ ഓഫ് ദി ലൈൻ, ഇതാണ് ഇക്വേഷൻ ഓഫ് ദി ലൈൻ കേട്ടോ. ബി ചോദ്യം ഇതായിരുന്നേ, ബി ചോദ്യം ഇതായിരുന്നു. അപ്പൊ ഇക്വേഷൻ ഓഫ് ദി ലൈൻ കിട്ടിയാൽ സി ചോദ്യം 2,1 ഇതിലെ പോയിന്റ് ആണോ എന്ന് ചോദിച്ചാൽ എക്സിനെ വൈക്ക് എന്ത് കൊടുത്താൽ മതി? ഈ വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതി. എക്സിന്റെ വാല്യൂ 2, വൈയുടെ വാല്യൂ 1, -3 = 0. ശരിയല്ലേ? 2 + 1 3 ആണ്. 3യിൽ നിന്ന് 3 പോയാൽ 0 ആണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും 2,1 ഇതിനകത്തുള്ള പോയിന്റ് ആണ്, ഈ ലൈനിലെ പോയിന്റ് ആണെന്ന് പറയാൻ പറ്റും. പിന്നെ പറഞ്ഞ റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് അനദർ പോയിന്റ് ഇൻ ദിസ് ലൈൻ. അതിന് ഞാൻ അവിടെ ചെയ്യും. ഡി ചോദ്യമാണ്, ഡി ചോദ്യം. അതിന് നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം കേട്ടോ. ഇക്വേഷൻ യൂസ് ചെയ്യാം. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ ഇക്വേഷനുള്ള ലൈനില് വരുന്ന വേറെ ഒരു പോയിന്റ് എഴുതാനാണ് പറഞ്ഞത്. ഓർക്കുക, ഈ ഇക്വേഷൻ വരുന്ന ഈ ലൈനില് നമ്മൾ വരച്ചല്ലോ ലൈൻ, ആ ലൈനില് വരുന്ന വേറൊരു കോർഡിനേറ്റ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ഇക്വേഷൻ നമുക്കറിയാലോ എന്താണ്? x പ്ലസ് y മൈനസ് 3 = 0. ലൈനിന്റെ ഇക്വേഷൻ നമുക്കറിയാം അല്ലേ? ഇവിടെ ജസ്റ്റ് നമ്മൾ ചുമ്മാ ഒന്ന് കൊടുക്കുക, ലെറ്റ് ഈ എക്സിന് ഞാനൊരു വാല്യൂ ചുമ്മാ കൊടുക്കുക, കേട്ടോ. x = 5 എന്ന് ഞാൻ കൊടുക്കുക. എക്സിന്റെ വാല്യൂ 5 ഞാൻ ചുമ്മാ കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം. ഓക്കെ, ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള എക്സ് വാല്യൂസ് ഒന്നും ഇല്ലാത്ത വേറൊരു നമ്പർ കൊടുക്കുക. ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള ഇപ്പൊ ചോദ്യത്തിൽ നമുക്ക് -1,4 എന്നും 1,2 എന്നും 2,1 എന്നും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ
അതിനകത്ത് ഞാൻ എഴുതി കാണിക്കാം. -1,4 ഒരു പോയിന്റ് ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്, 1,2 പറഞ്ഞിട്ടുണ്ട്, 2,1 പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തുള്ള എക്സ് വാല്യൂസ് ഉണ്ടോ? -1, 1, 2 ഈ വാല്യൂസ് ഒന്നും ഇല്ലാത്ത ഒരെണ്ണം കൊടുക്കുക. കാരണം ആ വാല്യൂസ് ഉള്ളത് കൊടുത്താൽ അതേ പോയിന്റ് തന്നെ കിട്ടും. നമുക്ക് ഇതൊന്നും അല്ലാത്ത പോയിന്റ് എന്നല്ലേ പറഞ്ഞത്. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ എക്സ് വാല്യൂസ് അല്ലാത്ത ഏതെങ്കിലും ഒരു വാല്യൂ കൊടുക്കുക. നിങ്ങൾ എക്സ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇവിടുത്തെ എക്സ് വാല്യൂസ് എടുക്കരുത്. വൈ ആണ് എടുക്കുന്നതെങ്കിൽ വൈ വാല്യൂസ് എടുക്കരുത്. അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇതൊന്നും അല്ലാത്തൊരു വാല്യൂ ചുമ്മാ എക്സിന് ഒരു 5 കൊടുത്തു. അത് ഇക്വേഷനകത്തേക്ക് ഇടുവാണ്. 5 പ്ലസ് y മൈനസ് 3 ഇസ് ഈക്വൽ ടു 0 ഉണ്ടോ? ഈ 5 മൈനസ് 3 കൂടെ പോയാൽ y പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0. ശരിയല്ലേ? നോക്കൂ, 5 ന്ന് 3 പോയാൽ 2 കിട്ടും. അതാണ് y പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0. വൈയുടെ കൂടെ 2 കൂട്ടുമ്പോൾ 0 കിട്ടുമെങ്കിൽ വൈയുടെ വാല്യൂ -2 ആയിരിക്കണം. ശരിയല്ലേ? ഇവിടെ -2 ആണെങ്കിൽ -2 പ്ലസ് 2 0 ആയി പോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ വൈയുടെ വാല്യൂ എക്സിന് 5 കൊടുത്താൽ വൈയുടെ വാല്യൂ കിട്ടി, -2 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെയർ എഴുതാം. എന്താണ് പെയർ? എക്സിന്റെ സ്ഥാനത്ത് 5 എന്ന് എഴുതുക, വൈയുടെ സ്ഥാനത്ത് -2. അപ്പം 5, -2 is the another coordinate of this line. ഈ ലൈനിലെ വേറൊരു കോർഡിനേറ്റ് ആണ് 5, -2. ക്ലിയർ ആണോ? ഇത്രേ ഉള്ളൂ. ഇക്വേഷൻ ഓഫ് ദി ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ ഓർക്കുക, ഞാൻ മുമ്പേ വരച്ച ലൈൻ ഇല്ലേ, ആ പടം അങ്ങനെ വരയ്ക്കാൻ, ആ പടവും ഈ കണക്കുമായിട്ട് അങ്ങനെ അതിന്റെ യൂസ് വരുന്നില്ല നമ്മൾ അത്ര പെർഫെക്റ്റ് ആയിട്ട്. പക്ഷെ എന്തിന് വരച്ചു എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ മൈൻഡിൽ ആ കണക്ക്, ഇങ്ങനെ ഒരു കണക്ക് കാണുമ്പോൾ നമുക്ക് ആ ലൈൻ കറക്റ്റ് ആയിട്ട് ഇങ്ങനെയാണ് പോകുന്നതെന്ന് മനസ്സിൽ വരിക. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടോ എന്നുള്ളത് അങ്ങനെ ഞാൻ ആലോചിച്ചിട്ടില്ല. സ്പീഡ് കിട്ടും, അതാണ് ഞാൻ മെയിനായിട്ട് നോക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക.